ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ സുഹൃത്തുക്കൾക്കും, അധ്യാപക സുഹൃത്തുക്കൾക്കും, ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഇതിന്റെ തംബ്നെയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ടീച്ചർ ഗോൾഡൻ ഇയർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ടീച്ചറാകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ടീച്ചറാകാൻ പാഷനേറ്റ് ആയിട്ടുള്ള എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, മുഴുവനായിട്ട് കാണുക. കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2027 എന്ന് പറയുന്ന ഒരു 2027 എന്ന് പറയുന്ന ആ ഒരു ഇയറിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടീച്ചിങ് പൊസിഷനിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓക്കെ, തുടക്കത്തില് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവര്, ഈ ചാനൽ കാണുന്നവര് തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഇതിലുള്ള വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുകയും ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവരും അറിയട്ടെ, അല്ല വേക്കൻസികളുടെ കാര്യങ്ങളും മറ്റുമൊക്കെ എല്ലാവരും അറിയട്ടെ, പഠിക്കട്ടെ, അപ്ലൈ ചെയ്യട്ടെ. ഓക്കെ, അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഗോൾഡൻ ഇയേഴ്സിനെ പറ്റി പറയുമ്പോഴും ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇവിടെ ഫസ്റ്റ് ടീച്ചേഴ്സ് ക്ലബ് PSCയിൽ ആദ്യമായിട്ട് ഓൺ ചെയ്തിരിക്കുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഓക്കെ, ഇനി ഓൺ ചെയ്യാൻ പോകുന്ന കോഴ്സുകളെ പറ്റി ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് വരാം. ഓക്കെ, ജസ്റ്റ് നമ്മുടെ RRB ടീച്ചറിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ അഡ്മിഷൻ നടക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. എല്ലാ കോഴ്സുകളും നമ്മൾ 50% ഓഫറിനാണ് നൽകുന്നത്, എല്ലാ കോഴ്സുകളും. അപ്പൊ ഓഫർ പ്രൈസ് മാത്രമാണ് ഇവിടെ നൽകുന്നത്. ഓക്കെ, അതില് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് ആണ്, ഫുള്ള് ലൈവ് ക്ലാസ് ആയിരിക്കും. പ്ലസ് ഈ ലൈവ് ക്ലാസ്സിന്റെ എല്ലാം തന്നെ റെക്കോർഡും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലസ് ഇതിന്റെ എല്ലാം മെറ്റീരിയൽസ്, PDF നോട്ട്സ്, പ്ലസ് ഇതിന്റെ എല്ലാം PYQ എക്സാംസ്, പ്ലസ് മോഡൽ എക്സാംസ് ആൻഡ് ടോപ്പിക് ബേസ് എക്സാംസ്. ഇത്രയുമാണ് കോഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതില് ആദ്യമായിട്ട് പറയാനുള്ളത് RRB ടീച്ചറിന്റെ കോഴ്സ് ഓൺലി 599 രൂപയാണ്. അതായത് HSA നാച്ചുറൽ സയൻസിന്റെ കോഴ്സ് ഓൺ ആണ്, അത് 999 ആണ്. ഓക്കെ, അതുപോലെ തന്നെ LPUP ലോങ് ടേം എന്ന് പറയുന്ന കോഴ്സ് അത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ നൽകുന്നത്. ഓൺലി അഡ്മിഷൻ ഫീസ് മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതിയാവും, 299. അതായത് 5000 രൂപയുടെ കോഴ്സാണ്, ജസ്റ്റ് അഡ്മിഷൻ ഫീസ് മാത്രം വെച്ച് നടത്തുന്നത്. നെക്സ്റ്റ് HSAയുടെ ജനറൽ ബാച്ച്, HSA ജനറലിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 499 രൂപയാണ് അതിന്റെ കോഴ്സ് ഫീസ്. അപ്പം ഈ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് അതിന്റെ ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഇതിന്റെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ 7736750473 ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് അത് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് മെസ്സേജസിലൂടെയോ കമന്റ് സെക്ഷനിലൂടെയോ വിളിച്ചോ അന്വേഷിക്കാവുന്നതാണ്. താഴെ കാണുന്ന 2 നമ്പറിലും നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ ഓൺ ചെയ്യാൻ പോകുന്ന മറ്റു കോഴ്സുകൾ, ഓക്കെ, RRBയുടെ അഡ്മിഷൻ ക്ലോസ് ആയ ഉടനെ തന്നെ ഇവിടെ വരാൻ പോകുന്ന അടുത്ത കോഴ്സുകൾ KVS. ഓക്കെ, KVSന്റെ കോഴ്സ്. ഓക്കെ, KVSന്റെ കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ KVS കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുമ്പോൾ അതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ കോഴ്സും വരുന്നത്. തുടക്കത്തിലേ പറയാം. അതായത് KVS എന്ന് പറഞ്ഞാൽ PRT കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ KVSന്റെ ജനറൽ ബാച്ച് ഉണ്ട്. ഓക്കെ, KVSന്റെ ജനറൽ ബാച്ച് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ KVS, NVS, EMRS, DSSP എല്ലാം സാധാരണയായിട്ട് 180, 200 മാർക്കിന്റെ എക്സാമാണ് നടക്കുന്നത്. അതിൽ 100 മാർക്കിന് സബ്ജക്റ്റ് ആണ്, 100 മാർക്കിന് സബ്ജക്റ്റും പ്ലസ് 80 മാർക്കിന് ജനറൽ ഏരിയയുമാണ്. ആ ജനറൽ ക്ലാസ് ആണ് ഞാൻ പറഞ്ഞത്. 80 മാർക്കിന്റെ ജനറൽ ക്ലാസ് ഇവിടെ ഉണ്ട്. അല്ലാതെ സബ്ജക്ട് ബേസ്ഡ് ക്ലാസ്സുകൾ KVSന്റെ TGT, PGT സബ്ജക്ട് ബേസ്ഡ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഓൺലി TGT സയൻസ്, അതായത് ബോട്ടണി, അതുപോലെ തന്നെ സുവോളജി. ഓക്കെ, ബോട്ടണി സുവോളജി പഠിച്ച സയൻസ്, TGT സയൻസ് അല്ലെങ്കിൽ PGT സുവോളജി, ബോട്ടണി, അങ്ങനെയുള്ള കോഴ്സുകൾ മാത്രമാണ് ഫുൾ കോഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, അത് ഫുൾ കോഴ്സ് TGT PGT ഫുൾ കോഴ്സുമായിട്ടുണ്ട്. അത് KVSന്റെ കോഴ്സ് ഉണ്ട്, KVSന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ NVSന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, നവോദയ വിദ്യാലയ സമിതിയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ EMRS എന്ന് പറയുന്ന ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, ഇതിന്റെ
കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ DSSSB, ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ്, ഇതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് വഴിയെ പറയും. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ NEES, ഇതിന്റെ കോഴ്സ് NEES എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ അറ്റോമിക് എനർജി, ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിദ്യാലയ സമിതി, അതായത് NES അല്ല, AES കേട്ടോ, AES, അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി, അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് തെറ്റിപ്പോയി, ഞാൻ വേറെന്തോ ആലോചിച്ചിട്ടൊന്നാണ്. AES കേട്ടോ, നാഷണൽ തന്നെയാണ്. ഓക്കെ, AES, അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി, ഇവരുടെ കോഴ്സ് ക്ലാസ്സുകൾ. അപ്പൊ ഇത്രയും ക്ലാസ്സുകൾ ഉടനെ തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇനി ഇതിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ വാട്സപ്പ് ചാനൽ, ഓക്കെ, വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് ഇതിന്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ അവൈലബിൾ ആയിരിക്കും. അതിൽ ജോയിൻ ചെയ്തിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾ അതാത് സമയത്ത് അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ RRB ടീച്ചറിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യണ ഉടനെ തന്നെ ബാക്കിയുള്ളതിന്റെ അഡ്മിഷൻ ആരംഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജൂലൈയിൽ നടക്കാൻ പോകുന്ന CTET, ഓക്കെ, ജൂലൈയിൽ നടക്കാൻ പോകുന്ന CTETന്റെ കോഴ്സും ആരംഭിക്കുന്നുണ്ട്. CTET, അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള KTETന്റെ കോഴ്സും ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനെങ്കിൽ, കോഴ്സ് അയക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ എല്ലാത്തിന്റെ ലിങ്കും അവൈലബിൾ ആണ്. ഓക്കെ. ഇനി അതിൽ പ്രധാനമായിട്ട് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, RRB ടീച്ചർ കോഴ്സ്, ഞാൻ ഈ പറഞ്ഞ RRB ടീച്ചർ കോഴ്സിന്റെ അഡ്മിഷൻ ഇനി 1-2 ദിവസം കൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്മൾ നോർമലി ജസ്റ്റ് ക്ലാസ് ഒരു മോഡൽ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1-2 ദിവസം കൊണ്ട് ഇതിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ബാക്കിയെല്ലാം അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഓക്കെ. അതായത് ഈ ഗോൾഡൻ ഇയർ എന്ന് പറയുമ്പോൾ 2025 ഒരുപാട് ഏജൻസികൾ എന്ത് ചെയ്യുന്നു, വിളിക്കാനിരിക്കുന്നുണ്ട് പോസ്റ്റ്, ബൾക്ക് ഓഫ് തൗസൻഡ്സ് ഓഫ് പോസ്റ്റുകൾ വിളിക്കാനിരിക്കുന്നു. അതില് കേന്ദ്ര വിദ്യാലയ നവോദയ വിദ്യാലയ സമിതി, EMRS, DSSSB, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ AES, ഇതെല്ലാം വിളിക്കാനിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. കേന്ദ്ര വിദ്യാലയ സംഘടന, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ആട്ടോണമസ് ബോഡിയാണ് എന്തെന്ന് പറയുന്നത്, കേന്ദ്ര വിദ്യാലയ സംഘടന എന്ന് പറയുന്നത്. അപ്പൊ അവര് പോസ്റ്റ് വിളിക്കുന്നുണ്ട്. ഇനി ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന എല്ലാ പോസ്റ്റുകളുടെയും ബേസിക് ക്വാളിഫിക്കേഷനുള്ള ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നിങ്ങൾക്ക് അതിൽ PRT അപ്ലൈ ചെയ്യണമെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന എല്ലാ കോഴ്സുകളുടെയും അതിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള മാത്രം സെപ്പറേറ്റ് അത് പറയുകയും ചെയ്യാം. PRTയുടെ ക്വാളിഫിക്കേഷൻ TTC അല്ലെങ്കിൽ DLED, TTC ഓർ DLED പ്ലസ്, ഓക്കെ, CTET 1 ആണ്. ഓക്കെ, CTET 1 വേണം. ഇനി TGT അപ്ലൈ ചെയ്യാനായിട്ട് B.Ed പ്ലസ് CTET 2. ഇനി നിങ്ങൾ PGT ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് CTETോ ടെറ്റോ നെറ്റോ സെറ്റോ ഒന്നും വേണ്ട, ഉള്ളി PG പ്ലസ് B.Ed മതി. ഓക്കെ. ഈ താഴെ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത് തന്നെയാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതിലേക്ക് KVSലേക്ക് വരാം. ഓക്കെ, KVSലേക്ക് വരുമ്പോൾ നമ്മൾ ഉടനെ വിളിക്കാൻ പോകുന്ന ഫസ്റ്റ് ആള് KVS ആണ്. എന്തുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മാർച്ച് അവസാനത്തോടുകൂടി വിളിക്കും, മാർച്ച് 2nd വീക്കിൽ വിളിക്കുമെന്ന് പറഞ്ഞതാണ്. മാർച്ച് അവസാനത്തോടുകൂടി KVS വിളിക്കുക. എന്തുകൊണ്ടാണ് ജസ്റ്റ് താമസിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി ഒരു പുതിയൊരു വിധി പുറപ്പെടുവിച്ചു. എന്താണ് വിധി? എന്തായിരുന്നു? സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് 3 ആഴ്ചക്കുള്ളിൽ 3 വീക്കിനുള്ളിൽ എല്ലാ സംസ്ഥാനങ്ങളും നോട്ടിഫൈ ചെയ്യണം, വിളിക്കണം, പരീക്ഷ നടത്തണം, അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെ. അപ്പം എല്ലാവരും ഇപ്പൊ വിളിക്കും. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനത്തുള്ള എല്ലാ ഏജൻസികളും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് ഉടൻ തന്നെ വിളിക്കും. ആ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉള്ളവർക്ക്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് B.Edഉം ഉണ്ടായിരിക്കണം, പ്ലസ് B.Ed പ്ലസ് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ ഡിപ്ലോമയോ അല്ലെങ്കിൽ PGയോ ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡംബ് ഇങ്ങനെയൊക്കെ വരുന്ന കോഴ്സില്ലേ, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിലെ നിഷൊക്കെ പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള കോഴ്സ്. മറ്റുള്ള സ്റ്റേറ്റുകൾക്ക് ഇഷ്ടം പോലെ നിരവധി സ്ഥാപനങ്ങൾ അത്തരത്തിലുള്ള
ഓതറൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ഡിപ്ലോമയോ ഒരു PG ഡിപ്ലോമയോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്ക് വിളിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ വിളിക്കാൻ പോകുന്നത് നമ്മൾ അവസാനത്ത് പറയുന്ന DSSSB എന്ന് പറയുന്ന ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ സർവീസ് എന്നുള്ളവരാണ്. ഏകദേശം 22,000-ഓളം പോസ്റ്റാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനെ വിളിക്കാൻ പോകുന്നത്. അപ്പൊ അതുപോലെ KVS വിളിക്കുന്നുണ്ട്. KVS അത് കഴിഞ്ഞ ഉടൻ തന്നെ മാർച്ച് അവസാനത്തോടു കൂടി നമ്മുടെ നോർമൽ പോസ്റ്റും വിളിക്കും. ഓക്കെ, ഏകദേശം 10,000-ഓളം പോസ്റ്റ്, ഏകദേശം 10K, ഏകദേശം 10,000-ഓളം പോസ്റ്റ് ആണ് KVS നമുക്ക് വിളിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞാണ്, ബഡ്ജറ്റില് അതിന്റെ പൈസ എല്ലാം അനുവദിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് KVS-ന്, സമിതിക്ക്. അതുകൊണ്ട് അവർക്ക് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന്റെ റിക്വയർമെന്റ്സുകളും കാര്യങ്ങളും അതിന്റെ പ്രോസസ്സുകളും പ്രീ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സാം ഏകദേശം ജൂലൈയോടുകൂടി എക്സാം നടക്കുകയും ചെയ്യും. ഓക്കെ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ കാലയളവിൽ ബാക്കിയുള്ള പ്രോസസ്സിങ്ങും ഇന്റർവ്യൂവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ നിയമനം എന്ന് പറയുന്നത് 2026 ലാസ്റ്റോ 2027 നിയമനം ലഭിക്കുകയും ചെയ്യും. എത്ര എളുപ്പം നോക്കി, ഒറ്റ വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാനും പറ്റും. അപ്പൊ ആ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും KVS-ലേക്ക് വരാം. നിങ്ങള് ഡെസ്പായിരിക്കുന്നവരാണോ, PSC എനിക്ക് എഴുതാൻ പറ്റത്തില്ല, എന്റെ ഏജ് കഴിഞ്ഞുപോയി എന്ന് വിചാരിച്ചിരിക്കുന്നവരോ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം CG വിളിക്കുന്ന, സെൻട്രൽ ഗവൺമെന്റ് വിളിക്കുന്ന ഏത് ടീച്ചർ പോസ്റ്റിനും ഓക്കെ ഏജ് കൂടുതലാണ്. അതായത് അതില്, കാരണം ടീച്ചർ പോസ്റ്റിന് അപേക്ഷിക്കുന്നവർ ഫുള്ള് സ്ത്രീകളാണ്. സ്ത്രീകളാകുമ്പോഴത്തേക്ക് അവർക്ക് ഏജ് ഒരു 10 വർഷം 10 ഇയർ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾ അത് ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ഒരു കാസ്റ്റ് ബേസ് ചെയ്ത് റിസർവേഷനും ഇല്ല. സ്ത്രീകളാണെങ്കിൽ 10 വർഷമാണ് എന്ത് ചെയ്യുന്നത്, റിഡക്ഷൻ ചെയ്തോളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയുടെ, അത് KVS ആയിക്കോട്ടെ, അത് KVS ആയിക്കോട്ടെ, NVS ആയിക്കോട്ടെ, DSSB ആയിക്കോട്ടെ, AEES ആയിക്കോട്ടെ, EMRS ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും വനിതകൾക്ക് 10 വർഷത്തെ ഇളവ് കൊടുക്കുന്നുണ്ട്. ആ 10 വർഷത്തെ ഇളവ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. PRT-യുടെ കോമൺ പ്രായം എന്ന് പറയുന്നത് 30 വയസ്സാണ്. TGT-യുടെ കോമൺ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 35 ആണ്. PGT-യുടെ കോമൺ ഇയർ എന്ന് പറയുന്നത് 40. ഇതാണ് സെൻട്രൽ ഗവൺമെന്റ് നോർമൽ ആയിട്ടുള്ള പ്രായം എന്ന് പറയുന്നത്. അതിൽ ഈ ഇളവുള്ളത് കൊണ്ട് തന്നെ, വിമൻസിന് ഇളവുള്ളത് കൊണ്ട് തന്നെ എന്താണ് പ്രത്യേകത, ഇവർക്ക് 30 + 10, 35 + 10, 40 + 10. അതായത് അപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ PRT എഴുതാൻ 40 വയസ്സ് കിട്ടും. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിന് 45 വയസ്സ് കിട്ടും. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന് 50 വയസ്സിലും എഴുതാം, 50 വയസ്സ് വരെ എഴുതാം. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ലേഡീസ്, ഈ വനിതകള് OBC കാറ്റഗറിയിലോ SC/ST കാറ്റഗറിയിലോ ഉൾപ്പെട്ടതാണെങ്കിൽ വീണ്ടും ഉണ്ട്. OBC-യിലാണെങ്കിൽ +3 വർഷം കിട്ടും, SC/ST ആണെങ്കിൽ 5 വർഷം കിട്ടും. അപ്പം ഒരു OBC കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ 43 വയസ്സ് PRT, ഒരു SC/ST കാറ്റഗറിയിലാണെങ്കിൽ അത് 40 5 45 വയസ്സ്. ഇനി TGT-യുടെ കാര്യത്തില് ഒരു OBC-യിൽപ്പെട്ട ആളാണെങ്കിൽ അയാൾക്ക് 48 വയസ്സ് വരെ എഴുതാം. ഒരു SC/ST കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ 45 5 50 വയസ്സ് വരെ എഴുതാം. ഇനി PGT ആണെങ്കിലോ, ഒരു OBC കാറ്റഗറി ആണെങ്കിൽ 53 വയസ്സ് വരെ എഴുതാം. ഒരു SC/ST ആണെങ്കിലോ 55 വയസ്സ് വരെ എഴുതാം. ലാസ്റ്റ് എൻഡ് തക് ഏജ്. അപ്പം അങ്ങനെ PSC എഴുതുവാൻ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന PG ഉള്ള, BEd ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെറ്റും നെറ്റും ഒക്കെ മേടിച്ച് വെച്ചിട്ട് വിഷമിച്ചിരിക്കുന്നവർ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രായമൊന്നും ആയിട്ടില്ല. ഉണർന്നെഴുന്നേക്കൂ, പഠിച്ചു തുടങ്ങൂ. ഒരു വർഷം നിങ്ങൾ കഠിനമായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും, ഈ പറയുന്ന ഏതെങ്കിലും ഒക്കെ ഒരു ഏജൻസിയിൽ നല്ലൊരു ടീച്ചറായിട്ട് കയറാൻ പറ്റും. ഏത് ഏജൻസി ആയാലും ബേസിക് സാലറി, PGT ആയിക്കോട്ടെ, TGT ആയിക്കോട്ടെ, KVS ആയിക്കോട്ടെ, അതിന്റെയൊക്കെ ബേസിക് സാലറി എന്ന് വെച്ചാൽ 1 ലക്ഷത്തിന് മുകളിലാണ് അതിന്റെ ബേസിക് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, 1 ലക്ഷത്തിന് മുകളിലാണ് അതിന്റെ ബേസിക് സാലറി. ഓക്കെ, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. അത് EMRS ഒക്കെ ആകുമ്പോൾ ഭീകരമാണ്. EMRS ഒക്കെ ആകുമ്പോഴത്തേക്ക് PGT ഒക്കെ 1,80,000 രൂപയൊക്കെയാണ് സാലറി. കേട്ടോളണം. അതായത് നമ്മുടെ ഒരു കേരള PSC-യിൽ ഒരു ടീച്ചർ 10 വർഷം ജോലി ചെയ്യുന്നത് ഒരു 2 വർഷം കൊണ്ട് സെൻട്രൽ ഗവൺമെന്റിൽ ജോലി ചെയ്താൽ ലഭിക്കും എന്നുള്ളതാണ് സാരം. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക.
എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇനി നമുക്ക് KV-യിലേക്ക് വരാം. KV-യിൽ ഇത്രയും അപ്രോക്സിമേറ്റ് വേക്കൻസി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ എന്തൊക്കെ പോസ്റ്റ് ഉണ്ടെന്ന്. PRT 1400 പോസ്റ്റാണ് PRT. ഓക്കെ, PRT മ്യൂസിക് 75. ഓക്കെ, പ്രൈമറി ടീച്ചറിന് 1400 പോസ്റ്റ് ആണ് അപ്രോക്സിമേറ്റ് പറയുന്നത്. പിന്നെ PRT മ്യൂസിക് ഉണ്ട്, മ്യൂസിക് ടീച്ചർ ഉണ്ട്. TGT ആർട്സ് ഉണ്ട്, ആർട്ട് ടീച്ചർ ഉണ്ട്. TGT വർക്ക് ടീച്ചർ ഉണ്ട് 170. ഓക്കെ, TGT ഫിസിക്കൽ സയൻസ് ഉണ്ട് 90. TGT ഹിന്ദി 375. സംസ്കൃതം പഠിച്ചവർ വിഷമിക്കേണ്ട, പോസ്റ്റ് വരുന്നുണ്ട് 365 പോസ്റ്റ്. ആരെങ്കിലും മലയാളികൾ സംസ്കൃതം പഠിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ, സംസ്കൃതത്തിൽ BEd ഉള്ളവരുണ്ടെങ്കിൽ, സംസ്കൃതത്തിൽ CTET ഉള്ളവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോന്നോളൂ. വിളിക്കാൻ പോകുന്നുണ്ട് 365ഓളം പോസ്റ്റ്. അത് 400 അപ്പുറമോ കിടക്കും. ഓക്കെ, ഇനി TGT ഇംഗ്ലീഷ് 480, TGT മാത്സ് 520, TGT സയൻസ് 360, TGT സോഷ്യൽ സയൻസ് 445, ലൈബ്രറിയൻ 65, സെക്ഷൻ ഓഫീസർ 160. ഈ സെക്ഷൻ ഓഫീസർ 160, താഴെ ഞാൻ സീനിയർ ക്ലർക്ക് 580, ജൂനിയർ ക്ലർക്ക് 600. ഈ ഒരു പോസ്റ്റ് ഞാൻ എന്തിനാണ് ഇവിടെ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, അതായത് നിങ്ങളിലെ ആർക്കെങ്കിലും CTET ഇപ്പൊ എഴുതാൻ പറ്റത്തില്ല, ഇനി ജൂലൈയിൽ എഴുതാൻ പറ്റുമോ, അതിനു മുമ്പ് KVS വിളിക്കുമോ, എനിക്ക് എഴുതാൻ പറ്റും എന്ന് വിഷമിച്ചിരിക്കുന്നവർ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങൾ ഈ നോൺ ടീച്ചിങ് ആയിട്ടുള്ള ഈ പോസ്റ്റുകളിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. സെക്ഷൻ ഓഫീസർ, സീനിയർ ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക്, അതായത് 600 പോസ്റ്റ് ജൂനിയർ ക്ലർക്കിനുണ്ട് നമ്മളുടെ LDC. ഓക്കെ, ഇനി UDC എന്ന് പറയുന്നത് 555 ഉണ്ട്. സെക്ഷൻ ഓഫീസർ 160 ഉണ്ട്. നോക്കിയോ, ഇതിൽ അപ്ലൈ ചെയ്തുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെയിം സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത്. ഇത് പഠിച്ചിട്ട് ഈ പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂനിയർ ക്ലർക്കായിട്ടോ സീനിയർ ക്ലർക്കായിട്ടോ നിങ്ങൾ നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിട്ട് കേന്ദ്ര വിദ്യാലയം സംഘടന സമിതിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അതിന്റെ ഇടയിൽ തന്നെ ഇഷ്ടംപോലെ ബൈ ട്രാൻസ്ഫർ പോസ്റ്റുകൾ വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് CTET പഠിച്ച് എഴുതിയെടുത്ത് CTET 2 1 ഒക്കെ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PRT ആയിട്ടോ TGT ആയിട്ടോ കയറാൻ പറ്റും. ഡോൺ വറി. അപ്പം PG ഇല്ലാത്തവരുണ്ടെങ്കിൽ, CTET ഇല്ലാത്തവർ, PG ഇല്ലാത്തവർക്ക് PGT അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം PG ഇല്ലാത്തവരാണെങ്കിൽ, CTET ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട, ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. ഇനി അതില് PGT വരുമ്പോഴത്തേക്ക് PGT നോക്കൂ, ഹിന്ദി PGT ഹിന്ദി 150, PGT ഇംഗ്ലീഷ് 180, PGT മാത്സ് 165, PGT ഫിസിക്സ് 215, PGT കെമിസ്ട്രി 200, PGT ബയോളജി 145, PGT ഹിസ്റ്ററി 80, ജിയോഗ്രഫി 70, എക്കണോമിക്സ് 140, കോമേഴ്സ് 75, കമ്പ്യൂട്ടർ 135. നോക്കൂ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ പോസ്റ്റ് മതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഉടനെ എഴുന്നേൽക്കുക, വർക്ക് ചെയ്ത് തുടങ്ങുക, പഠിച്ചു തുടങ്ങുക, സബ്ജക്റ്റ് ഒക്കെ നോക്കി തുടങ്ങുക. ഓക്കെ, റെഡി. അപ്പൊ 10,000-ഓളം പോസ്റ്റുകളാണ് KVS വരുന്നത്. സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ ഏജൻസികളുടെയും കാര്യം, ക്വാളിഫിക്കേഷന്റെയും സാലറിയുടെയും കാര്യം. അപ്പം ജസ്റ്റ് പോസ്റ്റ് എത്രയുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, അതിൽ രണ്ടാമതായിട്ട് പറയാനുള്ള നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ്, ഞാനൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നതാണ്. അതും ഒരു ആട്ടോണമസ് ബോഡിയാണ്, ഓർഗനൈസേഷൻ ആണ്, അണ്ടർ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമ്മൾ ഇപ്പൊ പറഞ്ഞ ഏത് EMRS എന്ന് പറയുന്നത്, അത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന സംഘടനയാണ് നടത്തുന്നത്. ഓക്കെ, EMRS എന്ന് പറയുന്നത് ഓക്കെ, ഏകലവ്യ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. ഏകദേശം 10,000-ഓളം പോസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിലുള്ള ഒരു പ്രത്യേകത, ഒരു ഡിഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ PRT എന്ന് പറയുന്ന കോഴ്സ് അവിടെ പോസ്റ്റ് ഇല്ല. PRTക്ക് അവിടെ പോസ്റ്റ് ഇല്ല. PRT ആബ്സെന്റ് ആണ്. ഓക്കെ, PRT എന്നുള്ള പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. PRT ഇല്ല. അവിടെ ഉള്ളത് TGTയും PGTയും മാത്രമാണുള്ളത്. ഓക്കെ, സെയിം, കുഴപ്പമില്ല. 10,000-ഓളം പോസ്റ്റ് ഉണ്ട്. TGTക്കും PGTക്കും ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ അതേ ക്വാളിഫിക്കേഷൻ. സാലറി അതിന്റെ ഡബിൾ ആണ്. സാലറി TGTക്ക് ആണെങ്കിൽ 1,40,000, TGTക്ക് 1,40,000, PGTക്ക് 1,80,000 സാലറി വരുന്നത്. പ്ലസ് ഏകദേശം ഒരു 5ഓളം അലവൻസുകൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം ഒരു PGT ടീച്ചർ ആണെങ്കിൽ, ഏകദേശം 2 ലക്ഷത്തിന് പുറത്ത് സാലറിയും, ഒരു TGT ആണെങ്കിൽ 1,80,000 രൂപ സാലറിയും ലഭിക്കും തുടക്കത്തിലെ EMRSന്. ഓക്കെ, റെഡി. അപ്പൊ അതാണ് EMRSന്റെ കാര്യം. നെക്സ്റ്റ് നമ്മുടെ NVSന്റെ കാര്യത്തിലേക്ക് വരാം. ഇതിന്റെയും ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ എന്ന് പറയുന്നത്
മധ്യത്തോടു കൂടി 2025 മധ്യത്തോടെ ഈ KVSന്റെ അതേ ലെവലിൽ തന്നെ നടക്കും കേട്ടോ. മാർച്ചിൽ ഏകദേശം നോട്ടിഫിക്കേഷൻ വിളിക്കും, ജൂലൈയിലൂടെ എക്സാം നടക്കും, 2027 അപ്പോയിന്റ്മെന്റും സാധ്യമാകും. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് പറയാനുള്ളത് നവോദയ വിദ്യാലയ സമിതി. അതും ഒരു ഓട്ടോണമസ് ബോഡിയാണെന്ന് നിങ്ങൾക്കറിയാം. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ഥാപനമാണ് നവോദയ വിദ്യാലയ സമിതിയും. അവരും വിളിക്കുന്നുണ്ട് ധാരാളം പോസ്റ്റ്. ക്വാളിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഏകദേശം 6000-ഓളം പോസ്റ്റാണ് വിളിക്കുന്നത്. ഇതിലെല്ലാം വരും. ഇതില് PRT വരും, ഇതില് PRT ഉണ്ട്, അതുപോലെ തന്നെ TGT ഉണ്ട്, അതുപോലെ തന്നെ PGT ഉണ്ട്. ഓക്കെ, ഏകദേശം 6000-ഓളം പോസ്റ്റ് വിളിക്കുന്നുണ്ട്. പഠിച്ചു തുടങ്ങിക്കോളൂ. ഓക്കെ, സിലബസും കാര്യങ്ങളെല്ലാം സെയിം ആണ്. അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരികയും ചെയ്യാം. ഓക്കെ, കാരണം ഇതിനൊക്കെ വിളിക്കുമെന്ന് പറയാൻ കാരണം ഈ EMRS അതുപോലെ തന്നെ KVS അതുപോലെ തന്നെ NVS ഇതിനൊക്കെ ഫണ്ട് അലോട്ട് ചെയ്ത് കഴിഞ്ഞു ഗവൺമെന്റ്. കോടിക്കണക്കിന് രൂപ ഈ എക്സാം നടത്തുന്നതിന് വേണ്ടിയും ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഇതിന്റെ ഫണ്ട് ബഡ്ജറ്റിൽ മുമ്പേ വകയിരുത്തി അതെല്ലാം അവർക്ക് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാരംഭ നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഉടൻ തന്നെ വിളിക്കുന്നതായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു വിളി വരാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇതിന്റെ ഇടയ്ക്ക് സുപ്രീം കോടതിയിൽ ഒരു ഓർഡർ വരികയും ആദ്യം സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനെ വിളിച്ച് കഴിഞ്ഞിട്ട് മറ്റത് വിളിക്കൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ ജസ്റ്റ് ഒരു ഡിലേ അതിൽ വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടി വന്നിരിക്കുകയാണ്. മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഇങ്ങനെ ഒരു ചിഹ്നമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടായി. ആരാണ്? DSSB. എന്താണ്ട് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് എന്ന് പറയുന്നത്. അതായത് ഇത് നമുക്കറിയാം. എന്തുകൊണ്ടാണ് എടുത്തു പറയാനുള്ള കാരണം, ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നല്ല നമ്മൾ ഇതിനെ സാധാരണ പറയാറുള്ളത്. ഗവൺമെന്റ് ഓഫ് NCT ഓഫ് ഡൽഹി എന്നാണ് നമ്മൾ പറയാറുള്ളത്, അല്ലെ? ഗവൺമെന്റ് ഓഫ്, അതായത് ഡൽഹി എന്ന് പറഞ്ഞാൽ സാധാരണ കേന്ദ്രഭരണ പ്രദേശം പോലെ അല്ലല്ലോ. ഡൽഹി എന്ന് പറയുന്നത് ഒരു നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആണല്ലോ. ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹി, അല്ലെ? ഡൽഹി എന്ന് പറയുന്നത് ഒരു നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വിളിക്കപ്പെടുന്ന, അവിടെയല്ല മിക്ക സംസ്ഥാനങ്ങളിലും വിളിക്കപ്പെടുന്ന മിക്ക പോസ്റ്റുകളും എന്ന് പറയുന്നത് സത്യത്തില് ഓൾ ഇന്ത്യനെ വിളിക്കും. നമ്മളത് അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. ഒരുപാട് പേര് കേരളീയര് ഇഷ്ടംപോലെ പല സ്റ്റേറ്റിലും ഇത്തരത്തിലുള്ള ഏജൻസികളിൽ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലൊക്കെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ സാലറി വാങ്ങിച്ചുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പലരുടെയും മക്കള് മറ്റു സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നുണ്ടായിരിക്കാം ഈ പറയുന്ന ഏജൻസികളിലൊക്കെ. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അവിടെ മലയാളികൾ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്ന് പറയുന്ന, അല്ലെ? അപ്പൊ ഡൽഹി ഗവൺമെന്റിന്റെ കീഴിൽ ഇപ്പൊ പുതിയ മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ടുണ്ട്, അറിയാമല്ലോ. ഓക്കെ, അപ്പം അവിടെ അപ്പൊ DSSB ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. DSSB ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ നോട്ടിഫിക്കേഷൻ ഇടാൻ പോകുന്നത്. ഏകദേശം 22,000-ഓളം പോസ്റ്റ്. നിങ്ങൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി പലർക്കും ഈ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന് പറയുന്നത് എന്താണെന്ന് ചിന്തിച്ചിരിക്കുക. നമുക്കറിയാം 1911 ഡിസംബർ 12-നാണ് എന്ത് ചെയ്യുന്നത്, അതായത് നമ്മുടെ ആര് ഭരിക്കുമ്പോൾ ഹാർഡിഞ്ച് സെക്കൻഡ്, അല്ലേ? ഹാർഡിഞ്ച് സെക്കൻഡ് എന്ന് പറയുന്ന വൈസ്രോയി ഭരിക്കുന്ന കാലത്താണ് 1911 എന്നാണ് 1911 ഡിസംബർ മാസം, നമ്മൾ മറക്കത്തില്ലല്ലോ ഇതൊന്നും, ഡിസംബർ മാസം 12, അല്ലെ? ഈ കാര്യം 1911 ഡിസംബർ 11 വരെ നമ്മുടെ തലസ്ഥാനം കൊൽക്കത്ത ആയിരുന്നു. അപ്പൊ ഹാർഡിഞ്ച് വരുമ്പോഴാണ് ഡിസംബർ 12-ന് 1911 ഡിസംബർ 12-ന് എന്ത് ചെയ്യുന്നത്, ഡൽഹി ക്യാപിറ്റൽ ആയിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഭരണം തുടങ്ങുന്നത്. ഓക്കെ, 1911 ഡിസംബർ മാസം 12-ാം തീയതി. അതുവരെ 1911 ഡിസംബർ 11 വരെ കൊൽക്കത്തയായിരുന്നു തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഡിസംബർ 12-ന് ഡൽഹി തലസ്ഥാനമായിക്കൊണ്ട് ഭരണം ബ്രിട്ടീഷുകാർ നടത്തുന്നു. അതിനുശേഷം അപ്പം 1911 ഡിസംബർ 12 മുതൽ 1956 വരെ ഡൽഹി എന്ത് ചെയ്തു, ഈ തലസ്ഥാനം എന്നുള്ള ഒരു ലെവലിൽ ഒരു സംസ്ഥാനമായിട്ട് നിലനിൽക്കുകയായിരുന്നു. 1956-ലാണ് ഡൽഹി ഒരു എന്തായിട്ട് മാറുന്നത്, UT ആയിട്ട് മാറുന്നത്. UT മീൻസ് യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്ന ഈ ഡൽഹി എന്ത് ചെയ്യുന്നുണ്ട്, 1956-ലെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്നു. പിന്നെ 1992-ല് എന്ത് ചെയ്യുന്നതാണ്, 92-ലാണ് ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയിട്ട് മാറുന്നത്. അതൊരു ഭരണഘടന അമെൻഡ്മെന്റിലൂടെയാണ്, ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതായത് ആ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 239 AA എന്ന് പറയുമ്പോൾ അറിയാലോ അത് അമെൻഡ്മെന്റ് ആണെന്നുള്ളത്. ഇങ്ങനെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വരുവാണെങ്കിൽ അതിന്റെ കൂട്ടത്ത്
എന്താണ് അമെന്റ്മെന്റ് ആയിട്ട് വരും. ഓക്കെ, എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രാമത്തെ അമെന്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 69ാമത്തെ അമെന്റ്മെന്റ് ആണ്. ഓക്കെ, 69ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 239A ഇത് പറയുന്നത് ഡൽഹി എന്തായിട്ട് മാറുന്നത് 1992 നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയിട്ട് മാറുന്നത്. ഓക്കെ, ആ അമെന്റ്മെന്റ് ആക്ട് വരുന്നത്, ആ നിയമം പാസ്സാക്കുന്നത് 1991 കേട്ടോ. അമെന്റ്മെന്റ് ആക്ട് വരുന്നത്, അമെന്റ്മെന്റ് ആക്ട് 1991. ഓക്കെ 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 ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ, സോറി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ചരിത്രമുള്ള ഡൽഹിയിൽ ഒരുപാട് പോസ്റ്റുകൾ വിളിക്കുന്നുണ്ട് DSSP. കാരണം അവിടെ ഒരു പ്രത്യേക ഏജൻസി തന്നെയാണ് ഈ എക്സാമുകൾ നടത്തുന്നത്, ഡൽഹി സെലക്ഷൻ സബോർഡിനേറ്റ് സർവീസ്. ഓക്കെ, നമ്മുടെ KPSC പോലെയുള്ള അതിനേക്കാളും ഒരു മുൻതൂക്കം നൽകുന്ന ഒരു ഏജൻസി അവരാണ് നടത്തുന്നത്. DSSB, DSSB, ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ്. അപ്പൊ ഓക്കെ, അതില് ആദ്യം ഞാൻ ഈ പറഞ്ഞു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വരുന്നു. അതിനുശേഷം അടുത്ത പോസ്റ്റ് PRT, അതിന്റെ റിക്വസിഷൻ ഒക്കെ നടന്നു കഴിഞ്ഞു. 2250 വേക്കൻസി വിളിക്കുന്നുണ്ട്. എക്സാം ഒരു ജൂലൈയോടുകൂടി കഴിയും. 2027 ഏപ്രിൽ വേക്കൻസി വിളിക്കും. എക്സാം ജൂലൈയോടുകൂടി കഴിയും. 2027 അതിന്റെ നിയമനവും നടക്കും. പക്ഷെ ഇതിന്റെ ജസ്റ്റ് സിലബസിനും നെഗറ്റീവ് മാർക്കിനുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓരോ എക്സാമിനെ കുറിച്ചും. ഓക്കെ, അപ്പൊ ഇതാണ് DSSP PRT. നോക്കൂ, 2250 വേക്കൻസിയാണ്. സീറ്ററ്റ് 1ഉം സീറ്ററ്റ് 1ഉം TTSC അല്ലെങ്കിൽ DLED ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഡൽഹി TGT 4000 പോസ്റ്റാണ് വിളിക്കാൻ പോകുന്നത്. 4000 ആണ്. അത് B.Ed ജസ്റ്റ് B.Ed പ്ലസ് എന്ത് മതി, സീറ്ററ്റ് 2 മതി. 4000 പോസ്റ്റ് ഉണ്ട്, നോക്കിക്കോളണം. ഓക്കെ, ഡൽഹി സബോർഡിനേറ്റ് സർവീസ് വിളിക്കുന്നുണ്ട്, അതിന് അപ്ലൈ ചെയ്യാം നമുക്ക്. ഇത് നിങ്ങൾ വിചാരിച്ചിരിക്കും ഡൽഹി അല്ലേ, ഹിന്ദി വേണോ, ഹിന്ദി ഫ്ലുവന്റ് വേണോ, ഇംഗ്ലീഷ് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഹിന്ദി പ്ലസ് ഇംഗ്ലീഷ് ഒക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ബാക്കിയൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആയിക്കൊള്ളും, ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ അതാണ് DSSP എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തതായിട്ട് പറയാനുള്ളത് ചെറിയൊരു ഏജൻസിയാണ്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആരാണ്ട് AEES എന്ന് പറയുന്നത്, AEES അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി. ചെറിയ ഏജൻസിയാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് സ്കൂളുകൾ കുറവാണ്, അതുകൊണ്ട് തന്നെ പോസ്റ്റും കുറവാണ്. അവരും വിളിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോൺട്രാക്ച്വൽ ആയിട്ട് അവർ വിളിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ, കോൺട്രാക്ട് ബേസ് ഒക്കെ അവർ വിളിച്ചിരുന്നു. ഓക്കെ, അവർ ഏകദേശം ഒരു 250ഓളം പോസ്റ്റ് ഉടനെ വിളിക്കുന്നുണ്ട്. ആ 250ഓളം പോസ്റ്റിൽ എല്ലാം വരും. PRT വരും, TGT വരും, PGT വരും, ഇതെല്ലാം വരും. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇവരും രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ടെറ്റ്, അതായത് സ്റ്റേറ്റ് ടെറ്റ്, നമ്മുടെ കേട്ടിട്ടുള്ള പോലെ ടെറ്റ് അല്ലെങ്കിൽ CTET, ഇങ്ങനെയാണ് പറയുന്നത്. ഇവരും പറയുന്നുണ്ട്. ഇവരും കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ ടെറ്റുകാരെ വിളിച്ചു, CTETകാരെ വിളിച്ചു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഏകലവ്യ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂൾ ഉണ്ടല്ലോ, EMRS എന്ന് പറഞ്ഞാൽ EMRSും എന്ത് വിളിച്ചു, EMRSും ക്വാളിഫിക്കേഷൻ എന്ത് തന്നെയാണ് പറഞ്ഞത്, രണ്ടും പറഞ്ഞായിരുന്നു. രണ്ടുപേരെയും 24 രണ്ടുപേരെയും വിളിച്ചു. സ്റ്റേറ്റ് ടെറ്റ് ഉള്ളവരെയും വിളിച്ചു, CTET ഉള്ളവരെയും വിളിച്ചായിരുന്നു. പക്ഷെ ഇനി പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ ഇപ്പൊ ഡൽഹി ഹൈക്കോടതിയുടെ വിധി വന്നതിന് പ്രകാരം ഇനി CTET മാത്രമാക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ CTET ഉള്ളവര് പഠിക്കാനായിട്ട് ആരംഭിക്കുക, CTET ഇല്ലാത്തവര് അടുത്ത ജൂലൈ CTETന് വേണ്ടി കാത്തു വെക്കുക. അടുത്ത വർഷം ഇതേപോലെ ഇതെല്ലാം വിളിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം പ്രായമായി എന്ന് കരുതി വിഷമിച്ചിരിക്കുന്നവര്, ഇനി PSC അയക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് എഴുന്നേൽക്കൂ, പഠിച്ചു തുടങ്ങൂ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, മറ്റുള്ളവരിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവരിലേക്കൊക്കെ ഈ വീഡിയോ തീർച്ചയായിട്ടും എത്തിക്കുക. അവർക്ക് ഉണർവ് വരട്ടെ, അവർ പഠിക്കാൻ തുടങ്ങട്ടെ. എത്രയും പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് ഒരു നല്ല ടീച്ചർ എന്ന് പറയുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു പോസ്റ്റ് അവർക്ക് ലഭ്യമാകട്ടെ. അപ്പം ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, കമന്റ് സെക്ഷൻ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വളരെ സത്യസന്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള വാർത്തകള്, വേക്കൻസികള്, ആ വേക്കൻസികളുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിലേക്കായി നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. വന്ദേ മാതരം.